ഹായ് കൂട്ടുകാരെ, പാലക്കാട് ജില്ലയിലെ നെന്മാറ പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന പോത്തുണ്ടിയിലാണ് നമ്മുടെ പോത്തുണ്ടി ഡാം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഡാമിനോട് ചേർന്ന് നെല്ലിയാമ്പതി റോഡ് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡാമിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരുന്നതിനുള്ള സൗകര്യമുണ്ട് കേട്ടോ. പാലക്കാട് ജില്ലയിലെ നെന്മാറ, ആലത്തൂർ, ചിറ്റൂർ എന്നീ പ്രദേശങ്ങളിലേക്ക് കൃഷി ആവശ്യത്തിനുള്ള ജലം പോകുന്നത് പോത്തുണ്ടി ഡാമിൽ നിന്നുമാണ്. പോത്തുണ്ടി ജലസേചന പദ്ധതിയിലൂടെയാണ് അത് നടപ്പിലാകുന്നത്. മണ്ണുകൊണ്ട് നിർമ്മിതമായിട്ടുള്ള ഡാമാണ് ഇത്. 1958 കേരള ഗവർണറായിരുന്ന ഡോക്ടർ രാധാകൃഷ്ണ റാവു ആണ് ഡാമിൻ്റെ നിർമ്മാണം ആരംഭിച്ചത്. 1971 ഡാം തുറന്നു കൊടുത്തത്. കേരള സംസ്ഥാന ജലസേചന വകുപ്പാണ് ഡാം പരിപാലിച്ചു പോരുന്നത് കേട്ടോ. നെന്മാറയിൽ നിന്നും 8 കിലോമീറ്റർ ദൂരത്തിലായാണ് ഡാം സ്ഥിതി ചെയ്യുന്നത്. പാവങ്ങളുടെ ഊട്ടി എന്നറിയപ്പെടുന്ന നെല്ലിയാമ്പതി മലകൾ പോത്തുണ്ടിയിൽ നിന്നും 17 കിലോമീറ്റർ അകലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഡാമിന് മുകളിൽ നിന്നുള്ള നെല്ലിയാമ്പതി മലനിരകളുടെ ഭംഗി അതിമനോഹരമാണ് കേട്ടോ. ഡാമിനോട് ചേർന്ന് വളരെ മനോഹരമായി ഒരുക്കിയിട്ടുള്ള ഗാർഡനും കുട്ടികളുടെ പാർക്കുമുണ്ട്. അതിനോട് ചേർന്ന് തന്നെ അഡ്വഞ്ചർ പാർക്കും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അഡ്വഞ്ചർ പാർക്ക് എന്ന് പറയുമ്പോൾ കുറച്ച് സാഹസികമായ പാർക്ക് തന്നെയാണത് കേട്ടോ. അവിടെ സ്കൈ സൈക്ലിംഗ്, അതായത് ആകാശത്തിലൂടെയുള്ള സൈക്ലിംഗ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ സിപ്പ് ലൈൻ, അതായത് ബെൽറ്റെല്ലാം ഇട്ട് കമ്പിയിലൂടെ ഊർന്നിറങ്ങുന്നതാണ് സിപ്പ് ലൈൻ കേട്ടോ. ഇതെല്ലാം സുരക്ഷാ സംവിധാനങ്ങളോട് കൂടി തന്നെയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അതുപോലെ ഫ്രീ ഫോൾ, അരയിൽ ബെൽറ്റ് കെട്ടി നേരെ താഴേക്ക് ചാടുന്ന ഡേഞ്ചറസ് ആയിട്ടുള്ള ഇത്തരം ഈ ഐറ്റംസ് എല്ലാം നമുക്കിവിടെ ചെയ്യാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഇതുകൂടാതെ ഇവിടെ ബോട്ടിങ്ങും ഉണ്ട് കേട്ടോ. അതുകൂടാതെ ഡാമിന് പുറത്തായി നെല്ലിയാമ്പതി റോഡിലൂടെ ഹോഴ്സ് റൈഡിങ്ങും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നല്ല കാറ്റുമേറ്റ് ഡാമിന് മുകളിലൂടെ നടക്കാൻ നല്ല രസമാണ് കേട്ടോ. ഒരു പ്രത്യേക വൈബ് തന്നെയാണത്. ഡാമിന് മുകളിൽ നിന്ന് തന്നെ നമുക്ക് ഗാർഡൻ്റെയും പാർക്കിൻ്റെയും എല്ലാം മനോഹരമായ കാഴ്ചകളും ദൂരെയുള്ള പ്രദേശങ്ങളുടെ ഭംഗിയൊക്കെ വളരെ മനോഹരമായിട്ട് നമുക്ക് കാണുന്നതിനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ നെല്ലിയാമ്പതി മലനിരകളുടെ ഭംഗി പറയാതെ വയ്യ. അത്രയധികം മനോഹരമായി തന്നെ ആ മലനിരകളുടെ ഭംഗി നമുക്ക് ആസ്വദിക്കാനാവും. ഡാമിലൂടെ നടക്കുമ്പോഴാണ് നെല്ലിയാമ്പതിയിൽ നിന്നും തിരിച്ചു വരുന്ന KSRTC ബസ് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത്. റോഡിലൂടെ KSRTC ബസ്സെല്ലാം പോകുന്നത് വളരെയധികം വ്യക്തമായി തന്നെ കാണാൻ സാധിച്ചിരുന്നു. പോത്തുണ്ടി ഡാമിൽ നിന്നുള്ള കുടിവെള്ള പദ്ധതിയുടെ സൗകര്യം ലഭിക്കുന്നത് നെന്മാറ, അയലൂർ, മേലാർക്കോട് പഞ്ചായത്തുകൾക്കാണ്. ഡാം സന്ദർശനവും ഡാമിൽ കുറേ നേരം ചെലവഴിച്ചതിന് ശേഷം ഞങ്ങൾ താഴെ ഇറങ്ങി ഓരോ ഐസ്ക്രീമും കഴിച്ച് ഗാർഡനിൽ അല്പനേരം വിശ്രമിച്ചതിന് ശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. പുറത്താണ് ഹോഴ്സ് റൈഡിംഗ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. കേരളത്തനിമയുള്ള ചില ശില്പങ്ങൾ ഗാർഡനിൽ മനോഹരമായി ചെയ്തു വെച്ചിട്ടുണ്ട്. അതെല്ലാം ആസ്വദിച്ച് ഞങ്ങൾ പുറത്തിറങ്ങി. പുറത്താണ് ഹോഴ്സ് റൈഡിംഗ് ഉള്ളത്. ഞങ്ങൾ ഹോഴ്സ് റൈഡിങ്ങിനായിട്ട് പോയി. ഇങ്ങനെ ടൂറ് പോകുന്ന സമയങ്ങളിലൊക്കെയാണല്ലോ നമുക്ക് കുതിരയെ കാണുന്നതിനും ഒക്കെ സാധിക്കുന്നത്. അതുകൊണ്ട് പാലക്കാട് ജില്ലയിലുള്ളവർക്ക് പോത്തുണ്ടി വരികയാണെങ്കിൽ നല്ലതുപോലെ ഒരു ഹോഴ്സ് റൈഡിംഗ് നടത്താനുള്ള സൗകര്യങ്ങൾ അവിടെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. പഴനിയിൽ പോകുമ്പോൾ നമുക്കിതുപോലെ ഹോഴ്സ് റൈഡിംഗ് ചെയ്യുന്നതിനുള്ള സൗകര്യം അവിടെയുണ്ട്. പിന്നെ നമുക്കടുത്തായിട്ട് പോത്തുണ്ടിയിലാണെന്ന് തോന്നുന്നു ഇതുപോലെ ഹോഴ്സ് റൈഡിംഗ് സൗകര്യം ഉള്ളതായിട്ട് എനിക്കറിയാവുന്നത് കേട്ടോ. നിങ്ങളൊരു 1 ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുവെങ്കിൽ രാവിലെ നിങ്ങൾക്ക് നെല്ലിയാമ്പതി പോയി തിരിച്ച് മടങ്ങി വരുന്ന വഴി വൈകുന്നേരത്തോടു കൂടി നിങ്ങൾക്ക് പോത്തുണ്ടി ഡാമിൽ എത്തുകയാണെങ്കിൽ ഗാർഡനും പോത്തുണ്ടി ഡാമും എല്ലാം സന്ദർശിച്ചതിന് ശേഷം ഇതുപോലെ ഹോഴ്സ് റൈഡിംഗ് എല്ലാം നടത്തി യാത്ര അവസാനിപ്പിക്കാവുന്നതാണ്.